ജോർജിനും ഷോൺ ജോർജിനും BJPയുടെ കടുത്ത വിമർശനം. വി മുരളീധരൻ BJP നിയമസഭാ കക്ഷി നേതാവാകും. BJP സംസ്ഥാന നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനമായി. കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത്. ദേശീയ നേതൃത്വത്തിൻ്റെതാണ് നിർദ്ദേശം. കോർ കമ്മിറ്റിയിലും വി മുരളീധരനാണ് കൂടുതൽ പിന്തുണയുള്ളത്. രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും പാർലമെന്ററി പാർട്ടി നേതാവാകാൻ സാധ്യതയെന്നാണ് സൂചനയുണ്ടായിരുന്നത്. എന്നാൽ സംസ്ഥാന അധ്യക്ഷനായതിനാൽ രാജീവ് ചന്ദ്രശേഖറിനെ പരിഗണിച്ചില്ല. 2 പദവി ഒരാൾക്ക് കഴിയില്ലെന്ന വാദമാണ് യോഗത്തിൽ ഉയർന്നത്. 16-ന് രാവിലെ 10 മുതൽ സംസ്ഥാന ഭാരവാഹി യോഗവും മാരാർജി ഭവനിൽ നടക്കും. BJP കോർ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രം മണ്ഡലം ശ്രദ്ധിച്ചാൽ പോരെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിലയിരുത്തി. മണ്ഡലം ശ്രദ്ധിച്ചവർ ജയിച്ചുവെന്നും കഴക്കൂട്ടവും ചാത്തന്നൂരും ഇതിനുദാഹരണമാണെന്നും യോഗത്തിൽ വിലയിരുത്തി. മണ്ഡലങ്ങൾ മാറി മാറി മത്സരിക്കുന്നതും തിരിച്ചടിയായി. അതേസമയം BJP കോർ കമ്മിറ്റിയിൽ PC ജോർജിനും ഷോൺ ജോർജിനുമെതിരെ കടുത്ത വിമർശനം ഉയർന്നു. പരാജയത്തെ പറ്റിയുള്ള ചർച്ചകൾക്കായാണ് കോർ കമ്മിറ്റി യോഗം ചേർന്നത്. BJP ഹിന്ദുത്വ നിലപാട് വെടിയണമെന്ന് ഷോൺ ജോർജ് അഭിപ്രായപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് വിമർശനം ഉയർന്നത്. ഇത്തരത്തിൽ ഒരു പേരുദോഷമുണ്ടെങ്കിൽ അത് മാറ്റാനാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ചിലേക്ക് മാറിയതെന്ന് നേതാക്കൾ തിരിച്ചടിച്ചു. വോട്ടെണ്ണുന്നതിനു മുമ്പ് ജോർജും ഷോണും സഭാ അധ്യക്ഷന്മാരെ വിമർശിച്ചുവെന്നും നേതാക്കൾ കമ്മിറ്റിയിൽ പറഞ്ഞു. ഇങ്ങനെയായാൽ എങ്ങനെ ക്രൈസ്തവ വോട്ട് കിട്ടുമെന്നും ചോദിച്ചു. ഇതിന് ഷോണിനും ജോർജിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല.